तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं बलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32 ഫലേച്ഛാകർമ്മങ്ങളിലെ ബന്ധനം. ശ്ലോകം 31 മുതൽ 36 വരെ വായിക്കാം. ഇത്യേതത് കഥിതം കുർവി ജ്ഞാനം തത് ബ്രഹ്മദർശനം യേനാവബുധ്യതേ തത്വം പ്രകൃതേ പുരുഷസ്യ ച ജ്ഞാനയോഗശ്ച മന്നിഷ്ടോ നൈർഗുണ്യോ ഭക്തിലക്ഷണഃ ദ്വയോരപ്യേക ഏവാർത്ഥോ ഭഗവത് ശബ്ദലക്ഷണഃ യഥേന്ദ്രിയൈ പൃഥഗ്ദ്വാരൈ അർത്ഥോ ബഹുഗുണാശ്രയഃ ഏകോ നാനേയത്തെ തത്വത് ഭഗവാൻ ശാസ്ത്രവർത്മഭിഃ. ക്രിയയാ ക്രതുഭിർദാനൈ തപസ്വാധ്യായമർശനൈ ആത്മേന്ദ്രിയജയേനാപി സന്യാസേന ച കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവ ഹി ധർമ്മേണോഭയചിഹ്നേന യപ്രവൃത്തി നിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ച ഈയതേ ഭഗവാനേഭി സഗുണോ നിർഗുണ സുതൃക്. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി വായിച്ചോളൂ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി വാചാദ്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഘോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേത്. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32 ഫലേച്ഛാകർമ്മങ്ങളിലെ ബന്ധനം. 31. ഇത്യേതത് കഥിതം കുർവി ജ്ഞാനം തത് ബ്രഹ്മദർശനം യേനാനുബുധ്യതേ തത്വം പ്രകൃതേ പുരുഷസ്യ ച. എന്റെ പ്രിയപ്പെട്ട ബഹുമാന്യ മാതാവേ, പദാർത്ഥത്തിന്റെയും ആത്മാവിന്റെയും യഥാർത്ഥ സത്യവും അവ തമ്മിലുള്ള ബന്ധവും ഗ്രഹിക്കാൻ ഒരുവനെ പ്രാപ്തനാക്കുന്ന ആത്യന്തിക സത്യത്തെ മനസ്സിലാക്കുവാനുള്ള പാത ഞാൻ ഇതിനകം വിവരിച്ചു കഴിഞ്ഞു.
ശ്ലോകം 32. ജ്ഞാനയോഗശ്ചമന്നിഷ്ടോ നൈർഗുണ്യോ ഭക്തിലക്ഷണ ദയോരഭ്യേക വാർത്തു ഭഗവത് ശബ്ദലക്ഷണ. വിവർത്തനം. തത്വശാസ്ത്രപരമായ ഗവേഷണം ഒരുവനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മനസ്സിലാക്കുന്നതിൽ ഉച്ചസ്ഥായിയിൽ എത്തിക്കും. മനസ്സിലാക്കുന്നതിനുള്ള ഈ കഴിവ് നേടിയതിനു ശേഷം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രവർത്തന രീതികളിൽ നിന്ന് മുക്തനാകുമ്പോൾ അവൻ ഭക്തിയുത സേവനത്തിന്റെ തലത്തിൽ എത്തിച്ചേരും. അനന്തരം അവന് ഭക്തിയുത സേവനത്തിലൂടെ നേരിട്ടോ തത്വശാസ്ത്രപരമായ ഗവേഷണങ്ങളിലൂടെയോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് എന്ന അതേ ലക്ഷ്യം നേടാൻ കഴിയും. ശ്ലോകം 33. യഥേന്ദ്രിയൈ പൃഥഗ്ദ്വാരൈരർത്ഥോ ബഹുഗുണാശ്രയാ ഏകോ നാനേയതേ തദ്വത് ഭഗവാൻ ശാസ്ത്രവത്മഭി. വിവർത്തനം. ഒരേ വസ്തു വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതാകയാൽ വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ അതിനെ വ്യത്യസ്ത രീതികളിൽ വിവേചിച്ചറിയുന്നു. അതേപോലെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഒന്നു മാത്രമാണെങ്കിലും വ്യത്യസ്ത വൈദിക ശാസനങ്ങൾ പ്രകാരം അദ്ദേഹം വ്യത്യസ്തനായി കാണപ്പെടുന്നു. ശ്ലോകം 34-36. ക്രിയയാ ക്രതുഹൃദാനൈസ്തപസ്വാധ്യായമർശനൈ ആത്മേന്ദ്രിയജയേനാഭി സന്യാസേന ച കർമ്മണം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവ ഹി ധർമ്മേണാഭയച്ഛിന്നേന യാ പ്രവൃത്തി നിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ച ഈയതേ ഭഗവാനേപി സഗുണോ നിർഗുണ സ്വദൃക്. വിവർത്തനം. ഫലേച്ഛാകർമ്മങ്ങളുടെ നിർവഹണത്തിലൂടെ, ദാനം ചെയ്യുന്നതിലൂടെ, തപസ്സുകൾ അനുഷ്ഠിക്കുന്നതിലൂടെ, വിവിധ വൈദിക സാഹിത്യങ്ങൾ പഠിക്കുന്നതിലൂടെ, തത്വശാസ്ത്രപരമായ ഗവേഷണങ്ങൾ നടത്തുന്നതിലൂടെ, മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ, ഇന്ദ്രിയങ്ങളെ കീഴടക്കുന്നതിലൂടെ, ജീവിതത്തിന്റെ സന്യാസക്രമം സ്വീകരിക്കുകയും സാമൂഹിക ക്രമപ്രകാരമുള്ള നിയത കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെ, യോഗ സമ്പ്രദായത്തിന്റെ വിവിധ വിഭാഗങ്ങൾ പരിശീലിക്കുന്നതിലൂടെ, ഭക്തിയുത സേവനം നിർവഹിക്കുന്നതിലൂടെ, രാഗവൈരാഗ്യങ്ങളുടെ ലക്ഷണങ്ങൾ അടങ്ങിയ ഭക്തിയുത സേവന പ്രക്രിയകളുടെ പ്രകടനത്തിലൂടെ, ആത്മസാക്ഷാത്കാരത്തിന്റെ ശാസ്ത്രം മനസ്സിലാക്കുന്നതിലൂടെ, ശക്തമായ ഇന്ദ്രിയ വിരക്തി വളർത്തുന്നതിലൂടെ, ആത്മസാക്ഷാത്കാരത്തിന്റെ വിവിധ പ്രക്രിയകളിൽ വൈദഗ്ധ്യം നേടുന്ന ഒരുവന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അദ്ദേഹം ഭൗതിക ലോകത്തിലും അതീന്ദ്രിയ ലോകത്തിലും പ്രതിനിധാനം ചെയ്തിട്ടുള്ള അതേ നിലയിൽ സാക്ഷാത്കരിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു നിർമ്മല മതജി. ഹരേ കൃഷ്ണ. കപില ഭഗവാൻ ദേവഹൂതിക്ക് എങ്ങനെയാണ് ഭക്തിയിൽ പുരോഗമിക്കേണ്ടത്, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ശ്ലോകത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതദ്വൈ ശ്രദ്ധയാ ഭക്ത്യ യോഗാഭ്യാസേന നിത്യശ സമാഹിതാത്മാ നിസ്സംഗോ വിരക്ത്യ പരിപശ്യതി. ഭക്തിയിൽ പുരോഗമിക്കുന്നതിനുള്ള 3 ഘടകങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വിശ്വാസം, ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ഭഗവാൻ എന്നെ ഏത് ഘട്ടത്തിലും, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഭഗവാൻ എന്നെ സംരക്ഷിക്കും, ഭഗവാൻ അതിനുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസമുള്ളവർക്ക് ഭക്തിയിൽ പെട്ടെന്ന് പുരോഗമിക്കാൻ സാധിക്കും. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള വ്യതിയാനങ്ങൾ, ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും ദുഃഖങ്ങൾ വരുന്ന സമയത്ത് ഭക്തിയിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഭക്തിയിൽ മുന്നേറുന്നതിന് അത്യാവശ്യമാണ്. വിശ്വാസം, നിശ്ചയദാർഢ്യം, ഡിറ്റർമിനേഷൻ. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകണമെന്ന് വിചാരിക്കാതെ ക്ഷമയോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. അതിന് നിശ്ചയദാർഢ്യത്തിന് വലിയ ഉദാഹരണങ്ങളാണ് ധ്രുവ മഹാരാജാവിൻ്റെയും പ്രഹ്ലാദ മഹാരാജാവിൻ്റെയും കഥകൾ. എല്ലാ എതിർപ്പുകളെ അവഗണിച്ച് അവർ ഭക്തിയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുന്നേറിയത് നമ്മൾക്ക്
കാണാൻ സാധിക്കും. അപ്പൊ വിശ്വാസം, ഭഗവാനിൽ ഉറച്ച വിശ്വാസം, നിശ്ചയദാർഢ്യം, ഭക്തിയിൽ മുന്നേറാനുള്ള നിശ്ചയദാർഢ്യം, പൂർണ്ണ വിരക്തി, ഭൗതികമായിട്ടുള്ള ഇല്ലാത്ത അവസ്ഥ. ഭൗതിക ആഗ്രഹങ്ങളോടുകൂടി ഭക്തി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഭഗവാനെ നേടുന്നതിന് വേണ്ടി ഭക്തി ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഭക്തിയിൽ നമ്മൾക്ക് പെട്ടെന്ന് പുരോഗമിക്കാൻ സാധിക്കുന്നത്. ഭൗതിക ആഗ്രഹങ്ങൾ നേടുന്നതിനായിട്ട് ഭക്തി ചെയ്യുന്നത് ശുദ്ധ ഭക്തിയല്ല. ഭൗതിക ആഗ്രഹങ്ങളില്ലാതെ ഭഗവാനെ പ്രാപിക്കുന്നതിന് വേണ്ടി ഭക്തി ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ഭക്തിയിൽ നമ്മളെ പുരോഗമിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. വിശ്വാസം, നിശ്ചയദാർഢ്യം, വിരക്തി. നമ്മൾ ഇന്ന് വായിച്ച ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഇതുവരെ 25 മുതൽ 32 വരെയുള്ള ഈ അധ്യായങ്ങളിൽ ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ എങ്ങനെ അതിക്രമിക്കാം, ജീവാത്മാവിന് എങ്ങനെ മുക്തി നേടാം എന്നുള്ള കാര്യം വിശദമായിട്ട് വിശദീകരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് 31-ാമത്തെ ശ്ലോകത്തിൽ. ഇത്യേതത് കഥിതം കുർവി ജ്ഞാനം തദ് ബ്രഹ്മദർശനം യേനാവബുദ്ധ്യതേ തത്വം പ്രകൃതേ പുരുഷസ്യ ച. ഈ ഒരു സാഖ്യയോഗം കൊണ്ട് ഭഗവാൻ വിവരിച്ചിട്ടുള്ളത് സാഖ്യയോഗം. ആ സാഖ്യയോഗത്തിന്റെ സഹായത്തോടു കൂടി ഒരു ജീവാത്മാവിനെ ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിക്കാൻ സാധിക്കും. ആ ജീവന്റെ ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം ആ വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ജ്ഞാനയോഗശ്ച മന്നിഷ്ടോ നൈർഗുണ്യോ ഭക്തി ലക്ഷണ ദ്വയോരപ്യേക ഏവാർത്ഥോ ഭഗവത് ശബ്ദ ലക്ഷണ. ഈ ഒരു സാഖ്യയോഗത്തിന്റെ സഹായത്തോടു കൂടി ഒരു വ്യക്തിക്ക് ഭൗതിക പ്രകൃതിയിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷം, ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന രീതികളിൽ നിന്ന്, ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷം പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തത്? നമ്മൾക്ക് ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ത്രിഗുണങ്ങൾ ബാധിക്കുന്ന സമയത്ത് നമ്മൾ ഭക്തിയിൽ നിന്ന് പുറകിലേക്ക് പോയി. ആ ത്രിഗുണങ്ങളെ അതിക്രമിക്കാൻ ഈ ജ്ഞാനയോഗം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ സാഖ്യയോഗം നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്നത്. ഈ ജ്ഞാനയോഗത്തിന്റെ സഹായത്തോടു കൂടി മുക്തി നേടിയതിനു ശേഷം ഭക്തിയിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. കാരണം ഭക്തി എന്ന് പറയുന്നത് മുക്തിക്ക് ശേഷം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ബ്രഹ്മഭൂത അവസ്ഥയ്ക്ക് ശേഷമാണ് ഭക്തി ലഭിക്കുന്നത് എന്ന് പറയുന്നത്. മുക്തിക്ക് ശേഷമാണ് ഭക്തി ലഭിക്കുന്നത്. അങ്ങനെ മുക്തി ലഭിച്ച് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ ഈ സാഖ്യയോഗം നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സാഖ്യയോഗത്തിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഭഗവാനെ നേടുക എന്നുള്ളതാണ്. ചില ആളുകൾ സാഖ്യയോഗം, ജ്ഞാനമാർഗം അവസാനം ഭഗവാനിൽ എത്തിക്കുന്നില്ല, ഞാൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ള രീതിയിൽ ആണ് ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഈ സാഖ്യയോഗത്തിന്റെ സഹായത്തോടെയും നമ്മൾക്ക് അവസാനം എത്തിച്ചേരേണ്ടത് പരമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലും അത് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ഏകം സാഖ്യം ച യോഗം ച. യോഗപ്രക്രിയകളും സാഖ്യശാസ്ത്രവും എല്ലാം ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. ഈ സാഖ്യയോഗം ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. പടിപടിയായിട്ട് ആദ്യം ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നു. ഞാൻ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യക്തിയല്ല, ഞാൻ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് എന്നുള്ള സാക്ഷാത്കാരം, എന്നുള്ള ബോധം ആ വ്യക്തിക്കുണ്ടാകുന്നു. ആ ബോധത്തോടു കൂടി പൂർണ്ണമായിട്ടുള്ള ഭക്തിയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു. അപ്പൊ ജ്ഞാനത്തിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാഖ്യയോഗം നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഭഗവാനെ സമീപിക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നത് എന്നാണ്. നമ്മൾ സ്വീകരിക്കുന്ന മാർഗം അനുസരിച്ച്
നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള സാക്ഷാത്കാരത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. 33-ാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. യഥേന്ദ്രിയേ പൃഥഗ്ദ്വാരേ അർത്ഥോ ബഹുഗുണാശ്രയ ഏകോ നാനേയതേ തദ്വത് ഭഗവാൻ ശാസ്ത്രവർമ്മഭി. എല്ലാ മാർഗത്തിലൂടെയും നമ്മൾക്ക് ഭഗവാന്റെ പൂർണ്ണ സാക്ഷാത്കാരം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ഒരേ വസ്തുവിനെ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലായിരിക്കും എന്ന് പറയും. പാലിന്റെ ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. പാലിനെ നമ്മൾ ഓരോ ഇന്ദ്രിയത്തിലൂടെയും മനസ്സിലാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. പാലിന്റെ ഓരോ വ്യത്യസ്ത ഗുണങ്ങളാണ് നമ്മൾ ഓരോ ഇന്ദ്രിയത്തിലൂടെയും മനസ്സിലാക്കുന്നത്. പാലിനെ നമ്മൾ കാണുന്ന സമയത്ത് കണ്ണുകൊണ്ട് അതിനെ മനസ്സിലാക്കുന്നത് അത് വെളുത്ത നിറമുള്ളതാണ് എന്നതാണ്. അതേപോലെ നമ്മുടെ മൂക്കുകൊണ്ട് അതിന് നല്ല ഗന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാല് എന്ന് പറയുന്നത് നല്ല ഗന്ധമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ണുകൊണ്ട് പാല് എന്ന് പറയുന്നത് വെളുത്തതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നാക്കുകൊണ്ട് പാല് നല്ല സ്വാദുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോഴും നമ്മൾക്ക് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള സാക്ഷാത്കാരമാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നത്. ജ്ഞാനയോഗത്തിലൂടെയും ധ്യാനയോഗത്തിലൂടെയും ഭക്തിയോഗത്തിലൂടെയും ലഭിക്കുന്ന ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ഒരേ നിലവാരത്തിലുള്ളതല്ല എന്നാണ് പറയുന്നത്. വ്യത്യസ്ത നിലവാരത്തിലുള്ളതാണ്. കാരണം എന്താണ്? ഓരോ യോഗത്തിലും ഭഗവാനെ ആശ്രയിക്കുന്നതും ഭഗവാനെ അംഗീകരിക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഭക്തിയോഗത്തിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു. ഭക്തിയോഗത്തിൽ ഭഗവാന്റെ വ്യക്തിത്വം നമ്മൾ അംഗീകരിക്കുന്നു. ഭഗവാന്റെ പരമാത്മ വിസ്തരണത്തിനെ നമ്മൾ അംഗീകരിക്കുന്നു. അതേപോലെ ഭഗവാന്റെ ബ്രഹ്മം എന്നുള്ള ആ വിസ്തരണത്തിനെയും ഭക്തന്മാർ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ എല്ലാ അസ്തിത്വങ്ങളെയും ഭക്തന്മാർ അംഗീകരിക്കുന്നു. അതേപോലെ ഭഗവാന്റെ വ്യക്തിത്വത്തിനെയും അംഗീകരിക്കുന്നു. മാത്രമല്ല ഭക്തിയോഗത്തിൽ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തി മുന്നേറുന്നത്. ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അങ്ങനെ ഭക്തിയോഗത്തിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയും ഭഗവാനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം ഭക്തിയോഗത്തിലൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. മറ്റു യോഗങ്ങളിൽ ഭഗവാന്റെ എല്ലാ അസ്തിത്വത്തിനെയും അംഗീകരിക്കുന്നില്ല. ജ്ഞാനയോഗത്തിൽ ഭഗവാന്റെ പരമാത്മ വിസ്തരണത്തെയോ ഭഗവാൻ എന്നുള്ള അസ്തിത്വത്തെയോ അംഗീകരിക്കുന്നില്ല. അവർ ബ്രഹ്മം, നിർവ്യക്തിക ബ്രഹ്മം, ഭഗവാന് രൂപമില്ലാത്ത ബ്രഹ്മമാണ് ഭഗവാൻ എന്നാണ്, ഈശ്വരൻ എന്നാണ് അവർ വിചാരിക്കുന്നത്. മറ്റു രണ്ട് അസ്തിത്വങ്ങളെയും അംഗീകരിക്കാത്തത് കൊണ്ട് അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം ലഭിക്കുന്നു. യോഗികളും ഭഗവാനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. ഭഗവാൻ ഒരു വ്യക്തിത്വം, സർവൈശ്വര്യ സമ്പൂർണനായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലവാരത്തിൽ അവർ ഭഗവാനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഭക്തന്മാർ ഇത് മൂന്നും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് ഭഗവാൻ തന്നെ നൽകുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം ഭഗവത്ഗീതയിലും ഭഗവാൻ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഭഗവാൻ പറയുന്നുണ്ട്, യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ഏതു രീതിയിലാണോ ഒരു വ്യക്തി എന്നെ സമീപിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ അവർക്ക് സംരക്ഷണം നൽകും അല്ലെങ്കിൽ ജ്ഞാനം നൽകും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഭക്തന്മാർ പൂർണ്ണമായിട്ടും ഭഗവാനെ അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ സമീപിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഭഗവാൻ അവർക്ക് ജ്ഞാനം നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വ്യത്യസ്ത സാക്ഷാത്കാരം ലഭിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് ഏത് മാർഗത്തിലൂടെയും പോകാം, അവസാനം നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഇത് ഭാഗവതം അതിനെ അംഗീകരിക്കുന്നില്ല. നമ്മൾ ഏത് മാർഗത്തിലൂടെയാണോ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. മാർഗം മാറുന്നതിനനുസരിച്ച് ലക്ഷ്യവും മാറുന്നുണ്ട് എന്ന് പറയും അല്ലെ. നമ്മൾ കയറുന്ന ബസ്സിനനുസരിച്ച് നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലവും വ്യത്യസ്തമായിരിക്കും. നമുക്ക് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഏത് ബസ്സിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തും എന്ന് പറയുന്നത് ലോജിക്കല്ല. നമ്മൾ ഏത് മാർഗത്തിനാണോ സ്വീകരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സാക്ഷാത്കാരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ സാക്ഷാത്കാരം ലഭിക്കുന്നതിനായിട്ട് ഭഗവാന്റെ ഭക്തിയോഗം സ്വീകരിക്കണമെന്നാണ് കപില ഭഗവാൻ ദേവഹൂതിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
നേരത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്തിയോഗം സ്വീകരിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശുവൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം എന്ന് 23-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തസ്മാത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം തദ്ഗുണാശ്രയ ഭക്തിയാ ഭജനീയ പദാംബുജം. ഭക്തി കൊണ്ട് തന്നെ നീ ഭഗവാനെ സേവിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രക്രിയകളും, ആത്മീയ പ്രക്രിയകളും, ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേറെ ലക്ഷ്യമൊന്നുമില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 34 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളിൽ ക്രിയയാ കൃതുവിർധാനൈ തപസ്വാധ്യായമർശനൈ ആത്മേന്ദ്രിയ ജയേനാഭി സന്യാസേന ച കർമ്മണ യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവഹി ധർമ്മേണോ അഭയ ചിഹ്നേന യപ്രവൃത്തി നിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ച ഈയതേ ഭഗവാനേഭി സഗുണോ നിർഗുണ സുദൃക്. ഭഗവത്ഗീതയിലും പറയുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ മത് അർപ്പണം. നമുക്ക് എല്ലാവിധ പ്രവൃത്തികളും ചെയ്യാം, പക്ഷെ അതെങ്ങനെ ചെയ്യണം? ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാ പ്രവൃത്തികളുടെയും ഉദ്ദേശം, നമ്മൾ ചെയ്യുന്ന എല്ലാ ധാർമ്മിക പ്രവർത്തനത്തിന്റെ ഉദ്ദേശം അവസാനം ഭഗവാനെ അറിയുക, ഭഗവാനെ സാക്ഷാത്കരിക്കുക, ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാത്ത പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാണ് എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. യജ്ഞത്തിനല്ലാത്ത കർമ്മമൊക്കെ നമ്മളെ കൂടുതൽ കൂടുതൽ കർമ്മബന്ധത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ദാനം, യജ്ഞം, സ്വാധ്യായം, നമ്മൾ പഠിക്കുന്നത്, അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്, തപസ് അനുഷ്ഠിക്കുന്നത്, ഇതെല്ലാം അവസാനം എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള ഉദ്ദേശം വെച്ചിട്ടല്ല നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത്. ഭഗവാന്റെ തൃപ്തിക്കായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിന് യഥാർത്ഥ പൂർണ്ണത ലഭിക്കുന്നത് എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അസത് ഇത്യുച്ഛതേ പാർത്ഥ. ഭഗവാന് സമർപ്പിക്കാത്ത പ്രവർത്തനങ്ങളൊക്കെ അസത്താണ്, നിലനിൽപ്പില്ലാത്തതാണ്, ഫലമില്ലാത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണെന്ന് പറയും. അല്ല, അതിന് ഫലമില്ല. ഭഗവാന് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഫലമുള്ളത്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നതും എല്ലാവിധ തപസ്സുകൾ അനുഷ്ഠിക്കുന്നതുമെല്ലാം ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം പറയും. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വേദൈശ്ച സർവേർ അഹമേവ വേദ്യം. എല്ലാ വേദപഠനവും എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം പറയുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെ കപില ഭഗവാനും ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് കപില ഭഗവാൻ അവസാനമായിട്ട് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാന് വേണ്ടി ചെയ്യുക, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുക. ഭക്തിയോഗേന എന്ന് പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഭക്തിയോഗേന ചെയ്വഹി, എല്ലാ പ്രവർത്തനങ്ങളും ഭക്തിയോഗത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യണം. ഭക്തി ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരിക്കലും ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിന് വിജയത്തിലെത്താൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ കപില ഭഗവാൻ പറയുന്നത്. യെസ്. അടുത്ത ശ്ലോകം നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം, നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ഗിരിജ മാതാജി ജപിച്ചോളൂ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗർ ഭക്തവൃന്ദ